വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരെയും ശ്രദ്ധിക്കുക. ഇതേപോലെ ഒരു ലിങ്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു ലിങ്കിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. സംഭവം എന്താ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൂടെ ചെയ്തു കൊടുത്തു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിങ്ക് നമുക്ക് ബാങ്കിന്റെ KYC അപ്ഡേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു ലിങ്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ ആണല്ലോ എന്ന് വെച്ച് ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ഇതിലേക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാൽവെയർ നമ്മുടെ ഫോണിലേക്ക് കയറുകയും നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് അവർക്കും സെൻഡ് ആവുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി. അങ്ങനെ അവരുടെ ഫോണിലേക്കും ഈ ഒരു വൈറസ് പെട്ടെന്ന് തന്നെ കയറുകയും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റാസ് ലീക്ക് ആവാനും ചാൻസ് ഉണ്ട്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഏത് ലിങ്കുകൾ വന്നു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യരുത്. എന്തെങ്കിലും ബാങ്കിന്റെ ഇൻഫർമേഷൻ ലിങ്ക് വന്നാൽ നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിൽ പോയിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ വിളിച്ച് അവരുമായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള ലിങ്കുകളിലേക്ക് ക്ലിക്ക് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ മാക്സിമം ശ്രമിക്കുക. ഇങ്ങനെയുള്ള മാൽവെയറുകൾ നമ്മുടെ ഫോണിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആന്റിവൈറസുകളായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് കൂടി ചെയ്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തു. ഇതുപോലുള്ള യൂസ് വീഡിയോസ് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും.